നമുക്ക് ലാവിഷായിട്ട് ഈസി ആയിട്ടൊരു നെയ്ച്ചോറ്, മലബാർ നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ? വാ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഇത് നൈസായിട്ട് അരിഞ്ഞ ഉള്ളിയാണ് കേട്ടോ. പിന്നെ ഇത് അങ്ങനെയല്ല, സാധാ അരിഞ്ഞ്. പിന്നെ വേണ്ടത് ഒരു 6-7 ഏലക്കായ, കുറച്ച് പട്ട, പിന്നെ പൂവ്, പെരിഞ്ചീരകം. പിന്നെ വേണ്ടത് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ്. ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഇതെല്ലാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ആഡംബരമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മളിതാ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട്, ഇത് ബിരിയാണി ചെമ്പാണ് കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ദം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. ഇപ്പോൾ നെയ്ച്ചോറും എല്ലാം അതിൽ തന്നെയാണ്. അതിലേക്ക് ചൂടായപ്പം കുറച്ച് നെയ്യ് ഒഴിച്ച്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഓയിൽ ഒഴിച്ച്, സൺഫ്ലവർ ഓയിൽ. എന്നോട് ആരോ ഒന്ന് പറഞ്ഞിട്ടുണ്ട് 2 എണ്ണം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാം ഉപയോഗിക്കുക. അപ്പം ആദ്യം അതിലേക്ക് നൈസായിട്ട് അരിഞ്ഞ ഉള്ളി ഇടുക. പിന്നെ അതിനെ കുറച്ച് നേരം അങ്ങനെ അതിൽ എണ്ണയിലിടുക. അതിലിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവമൊക്കെ മാറാൻ തുടങ്ങും. അതിൻ്റെ കളറൊക്കെ മാറും. കളറൊക്കെ മാറിയതിന് ശേഷം കണ്ടില്ലേ, ഞാൻ പറഞ്ഞല്ലേ കളറൊക്കെ മാറ്റി വെക്കണം. കളറൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മെല്ലെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. നമുക്ക് ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിക്കാം. അതിൽ കുറച്ച് നെയ്യ് കുറവുള്ളത് പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ ഏലക്കായ, പട്ട, പൂവ് അതെല്ലാം ഇതിലേക്ക് ഇടണം. ഞാനത് റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയിട്ട് അതാ പറഞ്ഞത്. അതിലേക്ക് പിന്നെ നമ്മൾ നൈസായിട്ട് അല്ലാതെ അരിഞ്ഞു വെച്ച ഉള്ളി ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. വല്ലാതെ ഒന്നും ചൂടാവണ്ട, ഒന്ന് വഴറ്റിയാൽ മതി. ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റും കൂടി ഇടാം. ഈ ക്യാരറ്റ് ഇടുന്നത് എന്തിനാണെന്നോ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറ് നല്ലൊരു കളർ ഉണ്ടാവും. അതിൻ്റെ അവിടെ ഈ ഓറഞ്ച് കളർ ഇങ്ങനെ കാണാൻ നല്ല രസം ഉണ്ടാവില്ലല്ലോ. അത് പ്രത്യേകിച്ച് അതിനൊരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് ഇടണം എന്നൊന്നും നിർബന്ധമൊന്നും ഇല്ല. അങ്ങനെ ക്യാരറ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരി എത്രയാണോ എടുക്കുന്നത് അതിന് അളന്ന് വെച്ച വെള്ളമുണ്ട്, അതൊക്കെ ആദ്യം എടുത്ത് വെക്കണം കേട്ടോ. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക. വേണ്ടത് ഒരു പാത്രം അരിയാണെങ്കിൽ അതിന് 2 പാത്രം വെള്ളം എടുക്കുക. അതേ സെയിം പാത്രത്തിന് 2 പാത്രമാണ് കേട്ടോ, വേറെ പാത്രം എടുക്കരുതേ. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടണം, അത് മറന്നു പോയത് കേട്ടോ. അപ്പോൾ ഉപ്പ് എപ്പോഴും ഇടുമ്പോഴും നമ്മൾ വെള്ളത്തിൽ കുറച്ചൊന്ന് അധികമായിട്ട് നിൽക്കണം. എന്നാലേ നമ്മൾ കറക്റ്റായിട്ട് നെയ്ച്ചോറിൽ വേണ്ട ഉപ്പ് അതിൽ കറക്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും എൻ്റെ തംബ്നെയിലിൽ കണ്ട ആ ഒരു സീക്രറ്റ്, ഈ ഒരു ഐറ്റം ആഡ് ചെയ്യേണ്ട ഒരു സാധനമാണ് കറിവേപ്പില. നല്ല നാടൻ കറിവേപ്പില ഉണ്ടെങ്കിൽ പിന്നെ ഉഷാറാണ്. അതാണ് ഈ ഐറ്റം. അതില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്ത് ചെയ്യാൻ, എല്ലാവർക്കും ഇപ്പൊ നാടൻ കറിവേപ്പില കിട്ടൂല. ചതച്ചത് പിന്നെ ഞാൻ ചേർത്തത് ചെറിയ നാരങ്ങയുടെ നീരാണ് കേട്ടോ. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് അരി. ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ റെസ്റ്റ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് നോക്കുക, അതൊന്ന് തള വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കണം. അങ്ങനെ തള വെന്ന് തുടങ്ങിയാൽ ഇതാ നമ്മളുടെ കഴുകി ഊറ്റി വെച്ച അരി അതിലേക്ക് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുക.
അരി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അരി കാരണം നമ്മൾ നടുലേക്ക് ഇടുമ്പോൾ എല്ലാ സൈഡിലേക്കൊന്നും അരി ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കും. വെള്ളം എന്തായി വറ്റിയോ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് അതിന്റെ കറക്റ്റ് മൂടി എടുത്ത് വെക്കണേ. അഡ്ജസ്റ്റ്മെന്റ് മൂടി വെക്കാൻ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി അടങ്ങി മാറ്റാറുണ്ട്. മൂടി എടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും കൂടി എടുത്തിട്ട് ഒന്നും കൂടി അടച്ചിട്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കതിനെ മാറ്റി അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മളുടെ അലങ്കാരങ്ങളൊക്കെ ചെയ്യാം. അലങ്കാര പണികളൊക്കെ ചെയ്താലല്ലേ അത്. അപ്പൊ ഇതാ അത് കറക്റ്റ് വേവായിട്ട് നേരത്തെ വറുത്തരിയൊക്കെ വേറെ വേറെ നിൽക്കുന്നുണ്ട്. കുറച്ച് മല്ലി കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. കളർഫുൾ ആക്കാം. പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് നെയ്യും കൂടി മേലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, അത് അടിപൊളിയായി. അപ്പൊ ഇതാണ് നമ്മളുടെ മലബാർ നെയ്ച്ചോർ റെസിപ്പി. അപ്പൊ വേറൊരു റെസിപ്പി ആയിട്ട് വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു വരരുത്.